ഞാനിതാ എൻ്റെ ചാനലിൽ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വന്നിരിക്കുകയാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പങ്കുവെക്കുന്നത് D2Hൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായ 5005 ബോക്സിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ മാർക്കറ്റിൽ എത്തിയിട്ടുള്ള ബോക്സ് പല ഡീലർമാർക്കും ഡിസ്ട്രിബ്യൂട്ടർക്കും ഒക്കെ എത്തി തുടങ്ങുന്നതുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കുന്നത്. ആദ്യം ഇതിൻ്റെ അൺബോക്സിലേക്കൊന്ന് കിടക്കാം. എന്തെല്ലാം മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നും ഒക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. പുതിയ ബോക്സിന് ഇതിൽ വന്നിട്ടുള്ളത് റിമോട്ട് വന്നിട്ടുണ്ട്, അതുപോലെ TRC കേബിള്, ടാഗ്, ഇതിൽ HDMI കൊടുത്തു കഴിഞ്ഞാൽ HD ആയിട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. HD ബോക്സാണ്, HD സെറ്റ് ബോക്സാണ്. റിമോട്ടാണിത്. റിമോട്ടിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അഡാപ്റ്റർ അതുപോലെ തന്നെ അതിലൊന്നും മാറ്റില്ല. ബാറ്ററി ഇതാണ് സെറ്റോ ബോക്സ് 5005. ഇനി നമുക്ക് അതൊന്ന് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. 5005 ഈ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും ഇതുപോലെ ഡിഷിനെ സംബന്ധിച്ച് പുതിയ വിവരങ്ങൾ ലഭ്യമാവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി നമുക്ക് ഇതിന് എന്തെല്ലാം ഓപ്ഷനുകൾ മാറ്റം വന്നിട്ടുണ്ടെന്ന് നോക്കാം. ബാക്കിൽ വരുന്ന ഓപ്ഷനുകളിലുള്ള മാറ്റങ്ങൾ, കണക്ഷൻ കൊടുക്കുന്നതിലുള്ള മാറ്റങ്ങൾ എന്തെല്ലാം വന്നിട്ടുണ്ടെന്ന് നോക്കാം. അറിയാലോ, 12 വോൾട്ട് അഡാപ്റ്റർ പഴയ മോഡൽ തന്നെ വലിയ പിന്നായിട്ടുള്ളത്, അതിലൊന്നും മാറ്റം വന്നിട്ടില്ല. പിന്നെ നമ്മുടെ ഡിഷ് എന്നുള്ള ആൻറ്റിന കേബിൾ കൊടുക്കുന്നത്, പിന്നെ HDMI പോർട്ട്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള ഒരു മാറ്റം IR എന്ന് പറഞ്ഞാൽ കൂടുതലൊരു ഓപ്ഷൻ മറ്റുള്ള ബോക്സിന് ഇല്ലാത്തത് ഇതിന് വന്നിട്ടുണ്ട്. ഓൾറെഡി പഴയ ഡിഷ് TVൻ്റെ ബോക്സിനൊക്കെ ഉണ്ടായിരുന്നു IR എന്ന് പറഞ്ഞ ഓപ്ഷന്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ IR നമുക്ക് ബോക്സ് ഹൈഡായി വെക്കുകയാണെങ്കിൽ, നമുക്ക് റിമോട്ടായിട്ട് ബ്ലോക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ IRൽ നിന്ന് എടുത്തിട്ട് പുറത്ത് കൊടുക്കാം. TVമേലോ അല്ലെങ്കിൽ റിമോട്ടിന് ബ്ലോക്ക് വരാത്ത ഏതെങ്കിലും ഭാഗത്തായിട്ട് നമുക്കത് സെറ്റ് ചെയ്യാം. ഇത് ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും. ഇതൊക്കെ തന്നെയാണ് ഇതിന് കൂടുതൽ വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് പഴയ AV, പിന്നെ റീസെറ്റ് ബട്ടൺ. റിമോട്ടിന് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കിനി TVൻ്റെ റിമോട്ടുമായി സെറ്റ് ചെയ്ത് നമുക്ക് TV ഓഫ് ഓണൊക്കെ നമുക്ക് സെറ്റ് ബോക്സിൻ്റെ റിമോട്ടിൽ തന്നെ ചെയ്യാം. അതുപോലെ TVയിൽ നിന്ന് നമുക്ക് TVൻ്റെ ബട്ടൺ എടുക്കാതെ തന്നെ നമുക്ക് HDMI, AV ഇതിലോട്ടെല്ലാം ചേഞ്ച് ചെയ്യാൻ നമ്മുടെ സെറ്റ് ബോക്സിൻ്റെ റിമോട്ട് കൊണ്ട് തന്നെ സാധിക്കും. അത് നമ്മുടെ പുതിയ റിമോട്ടിൽ അതടക്കം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് കിടക്കാം. സോഫ്റ്റ്വെയറിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ മാനുവലായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം നേരെ കണക്ഷൻ കൊടുത്താൽ സോഫ്റ്റ്വെയറൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ മാനുവലായിട്ടൊന്നും സെറ്റ് ചെയ്യാൻ ഇല്ല. സോഫ്റ്റ്വെയർ 5004 ബോക്സിൻ്റെ പോലൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ ഡൗൺലോഡായി റീസ്റ്റാർട്ടായി വീണ്ടും ലോഡിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ മാനുവലായിട്ടായിരുന്നു സ്കാനിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. റിമോട്ടിലൊക്കെ നിൽക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്കാനിങ് അടക്കം ഓട്ടോമാറ്റിക്കായി മാറിയിട്ടുണ്ട് പുതിയ ബോക്സിൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡിഷിനെ സംബന്ധിച്ച് അതുപോലെ DTHനെ സംബന്ധിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്.